ഞാൻ എടുക്കാൻ പോണത് സെക്കൻഡ് ചാപ്റ്ററായ ബിസിനസ് സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഇതിൽ ചോദിക്കാവുന്ന ഒരു എസ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്. പിന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. പിന്നെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ആദ്യം പറയാം. ദാറ്റ് മീൻസ് ഹു ഈസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. F.W. Taylor is the father of a scientific management. Who is the father of modern management? Henry Fayol is the father of a modern management. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കാവുന്നത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് എ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ദർ ആർ എ ഫോർ പ്രിൻസിപ്പിൾസ് ഓഫ് എ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് എ ഫോർ പ്രിൻസിപ്പിൾസ് ഓഫ് എ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. വാട്ട് ഈസ് എ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ടു മാനേജ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്. അത്രയും പറഞ്ഞാൽ മതി. ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ടു മാനേജ് ഡിസിഷൻ ആൻഡ് ആക്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് എ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ആൻഡ് F.W. Taylor ഈസ് ദ ഫാദർ ഓഫ് എ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. രണ്ട് സെൻറ്റൻസ് ചെയ്താൽ നെക്സ്റ്റ് അതിൻ്റെ പ്രിൻസിപ്പിൾസ് ചെയ്താൽ പ്രിൻസിപ്പിൾസ് ഒന്നാമത്തെ വരുന്നതാണ് സയൻസ് നോട്ട് എ റൂൾ ഓഫ് തമ്പ്. സയൻസ് ആയിരിക്കും whatever may be the decisions that are to be taken by the management is always on the basis of a science according to his experiments, നോട്ട് എക്സ്പീരിയൻസ്. അദ്ദേഹം പറയുന്നത്, ടൈലർ പറയാണ്, എക്സ്പീരിമെൻ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കേണ്ടത്. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുക. അല്ലാതെ കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഈ വർഷം ഇങ്ങനെയായിരിക്കും, അങ്ങനെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ്, അതിനെ റൂൾ ഓഫ് തമ്പ്, അങ്ങനെ നമ്മൾ റുട്ടീൻ വർക്ക് പോലെ എങ്ങനെ ചെയ്തു അങ്ങനെ ആവരുത്. അക്കോർഡിംഗ് ടു എക്സ്പീരിമെൻസ്, അക്കോർഡിംഗ് ടു ചേഞ്ചസ് ഇൻ ദ സിറ്റുവേഷൻ, വി ഹാവ് ടു മേക്ക് എ നെസറി ചേഞ്ചസ് ഇൻ അവർ ഡിസിഷൻ മേക്കിംഗ്. അതാണ് ഒന്ന്. രണ്ടാമത്തെയാണ് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഹാർമണി മീൻസ് there is always be a proper relationship between harmony between the management and the employees. There is a peaceful atmosphere that is to be created to the employees for working. എംപ്ലോയറും തമ്മിൽ നല്ലൊരു പ്രോപ്പർ റിലേഷൻ എപ്പോഴും ആവശ്യമാണ്. ഹാർമണി, ഐക്യം വേണം. നെക്സ്റ്റ് ആണ് കോപ്പറേഷൻ. ഇൻ അഡീഷൻ ടു ദാറ്റ് ദർ ഈസ് ആൾവേസ് ബി എ കോപ്പറേഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. ആൻഡ് എംപ്ലോയീസ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് ആൻ ഓർഗനൈസേഷൻ. such minds that is to be created in the such a situation that is to be created in the minds of employees. ഞാനും ഈ ഓർഗനൈസേഷൻ ഭാഗമാണ് എന്നുള്ള സിറ്റുവേഷൻ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കുക. എംപ്ലോയീസിൻ്റെ ഭാഗത്ത് അത് ഉണ്ടാക്കിയെടുക്കുന്നത് ആരായിരിക്കണം? എംപ്ലോയർ ആയിരിക്കണം. അപ്പം അവർ തമ്മിലൊരു കോപ്പറേഷൻ, സഹകരണം എപ്പോഴും ഓർഗനൈസേഷൻ ആവശ്യമാണ് ഫോർ അറ്റൈനിങ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ആണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ദാറ്റ് ഈസ് ദ എംപ്ലോയീസ് എഫിഷ്യൻസി ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ആൻഡ് ഇഫ് it is fully utilized it will lead the increasing the prosperity of an organization. Our prosperity of an organization always be depends upon the utilization of the efficiency of a employee, which is done by whom? Done by the manager or management. ഒരു ഓർഗനൈസേഷനിൽ തൊഴിലാളികളില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തൊഴിലാളികളുടെ എഫിഷ്യൻസി ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ മാത്രമേ ഓർഗനൈസേഷൻ ഉയർച്ച ഉണ്ടാവുള്ളൂ. ആ ഓർഗനൈസേഷൻ ഉയർച്ച ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തികൾക്കും ഉയർച്ച ഉണ്ടാകണം. അപ്പോൾ എഫിഷ്യൻസിയും പ്രോസ്പെരിറ്റിയും ആൾവേസ് ബി റിലേറ്റഡ്, രണ്ട് റിലേറ്റഡ് ആണ്. അങ്ങനെയുള്ള ഒരു ഡെവലപ്മെൻറ്റ് രീതിയാണ് ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കേണ്ടത്. ഇതാണ് 4 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് എ സയൻസ് നോട്ട് എ റൂൾ ഓഫ് തമ്പ്. നെക്സ്റ്റ് ഹാർമണി, നെക്സ്റ്റ് കോപ്പറേഷൻ, നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺസ് to his or her great efficiency and prosperity. It is very important. അത്രയും പഠിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ഇതിൽ ചോദിക്കാവുന്ന ഒരു 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി ആൻഡ് ഫാറ്റിക് സ്റ്റഡി. ഇറ്റ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് എ സയൻറ്റിഫിക് മാനേജ്മെന്റ്. വാട്ട് ഈസ് എ ടൈം സ്റ്റഡി? ദർ ഈസ് ആൾവേസ് ബി എ പ്രോപ്പർ സ്റ്റഡി ഓഫ് ദി മൂവ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്, മെറ്റീരിയൽസ് ആൻഡ് മെഷീൻസ് ക്യാൻ ആൾസോ ബി ഡൺ ബൈ ദ മാനേജർ. ദെയർഫോർ ആസ് എ റിസൾട്ട് ഓഫ് ടു റിമൂവ് അൺനെസറി മൂവ്മെൻറ്റ്സ് ഓഫ് മെഷീൻസ്, മെൻ ആൻഡ് മെറ്റീരിയൽസ്. അനാവശ്യമായ ചലനങ്ങൾ, വ്യക്തികളുടെ അനാവശ്യമായ നടത്തങ്ങൾ, റോ മെറ്റീരിയൽസ് അനാവശ്യം, മെഷീൻസിൻ്റെതൊക്കെ അനാവശ്യമായ ചലനങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണം. ഓർഗനൈസേഷൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക എന്നുള്ളതല്ല. തൊഴിലാളികളെ ആവശ്യമായ രീതിയിൽ മാത്രം അവരെ നടത്തിക്കുക, ആവശ്യമായ രീതിയിൽ റോ മെറ്റീരിയൽസ് കൊണ്ടുവരിക, ആവശ്യമായ രീതിയിൽ മാത്രം മെഷീൻസ് പ്രവർത്തിക്കുക. ഇതാണ് ചെയ്യേണ്ടതാണ്. ദാറ്റ് ഈസ് കോൾഡ് എ ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മോഷൻ സ്റ്റഡിയാണ് മൂവ്മെൻറ്റ് ഓഫ് മെൻ നോക്കണം. നെക്സ്റ്റ് ആണ് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി മീൻസ് ദ അൺനെസറി ടൈംസ് ദാറ്റ് ഈസ് ടു ബി അവോയ്ഡഡ് ഫോർ ദി മൂവ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. അനാവശ്യമായ ദർ ഇസ് ആൾവേസ് ബി എ ഫിക്സേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്. ഹൗ മച്ച് ടൈം ഈസ് ടു ബി റിക്വയർഡ്, ഹൗ മച്ച് ടൈം ഈസ് റിക്വയർഡ് ടു പെർഫോം എ വർക്ക്. ടൈം ഫിക്സ് ചെയ്യുക. ഒരു ജോലി ചെയ്യുക എന്തുമാത്രം ടൈമാണ്. സ്റ്റാൻഡർഡൈസേഷൻ ഈസ് വളരെ ഇമ്പോർട്ടൻറ്റ്. സ്റ്റാൻഡേർഡ് ദാറ്റ് ഈസ് ടു ബി ഫിക്സഡ്. എന്തുമാത്രം ടൈം വേണം ഒരു ഓർഗനൈസേഷനിൽ ആ തൊഴിലാളിക്ക് ആ
വർക്ക് ചെയ്യാനും ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെന്നും മാത്രം ടൈം വേണമെന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുക. അതിനെയാണ് സ്റ്റാൻഡർഡൈസേഷൻ. മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്, ദറ്റ് ഈസ് അൺനെസറി മൂവ്മെൻറ്റ്സ് ഓഫ് എംപ്ലോയീസ് ദാറ്റ് ക്യാൻ ബി അവോയ്ഡഡ്. നെക്സ്റ്റ് ആണ് ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. ദറ്റ് മീൻസ് ഫാറ്റിക് സ്റ്റഡി മീൻസ് ദറ്റ് ഈസ് ടു സ്റ്റഡി ദ വീക്ക്നെസ് ഓഫ് ദി എംപ്ലോയീസ്. ദറ്റ് ഈസ് എ പ്രോപ്പർ ഇൻ്റർവെൽ ദാറ്റ് ഈസ് ടു ബി ഗിവൻ ടു ദി എംപ്ലോയീസ്, ദെൻ ഓൺലി ദെയർ എഫിഷ്യൻസി ക്യാൻ ബി ഫുള്ളി യൂട്ടിലൈസ്ഡ്. അവർക്ക് ഒരുപാട് ക്ഷീണമായിരിക്കും, എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണം. അപ്പോൾ പ്രോപ്പർ ഇൻ്റർവെല്ല് ആർക്ക് കൊടുക്കണം? എംപ്ലോയീസിന് കൊടുക്കണം, പിന്നെ മെഷീൻസിന് കൊടുക്കണം, വേണ്ടേ? അതിനൊക്കെ റെസ്റ്റ് കൊടുക്കണ്ടേ? അപ്പോൾ അത് ആവശ്യം, അത് എത്ര ടൈം കൊടുക്കണം, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം നമ്മൾ. അപ്പോൾ ഇവരുടെ ക്ഷീണം മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇൻ്റർവെല്ല് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എഫിഷ്യൻസി നമുക്ക് ഫുള്ളായിട്ട് യൂട്ടിലൈസ്. ഇതിനെയാണ് ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ആണ്, ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ദറ്റ് ഈസ് എസ് എ. ഇതിന് ചോദിക്കാവുന്ന എസ് എ എന്ന് പറയുന്നത് ദറ്റ് മീൻസ് എസ് എ എന്ന് ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു എസ് എ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഹെൻറി ഫയോൾ ഇസ് ദ ഫാദർ ഓഫ് എ മോഡേൺ മാനേജ്മെൻറ്റ്. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ്? 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ്. ഈ പ്രിൻസിപ്പിൾസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ 1-2 ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വരുന്ന ഡിവിഷൻ ഓഫ് വർക്ക്. That means according to him, work can be divided according to the efficiency and specialized knowledge on such a subject. അതായത് തൊഴിലാളികൾക്ക് ആ വർക്ക്, ഇഫ് ദേ ആർ എഫിഷ്യൻറ്റ് ആൻഡ് സ്കിൽഡ് ഫോർ പെർഫോമിങ് സച്ച് വർക്ക്, ദെൻ ഓൺലി ദാറ്റ് വർക്ക് ഈസ് ടു ബി അലോക്കേറ്റഡ് ടു സച്ച് വർക്കർ. ഒരു വർക്ക് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവനത് ചെയ്യാൻ പ്രാപ്തനാണോ, അവന് ചെയ്യാൻ കഴിവുണ്ടോ, അവനതിനെ ക്വാളിഫൈഡ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രം വർക്ക് കൊടുക്കുക. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. അവിടെയാണ് ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടു സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസ്ഡ് നോളജ്. ഇപ്പോൾ നമുക്കറിയാം എല്ലാ ഡോക്ടർമാർക്കും ഇപ്പോൾ കാർഡിയോളജിസ്റ്റ്, അതുകൊണ്ടാണ് അതറിയാം, കാർഡിയോളജിസ്റ്റ് ഹാർട്ടിനെ നോക്കുന്നതായിരിക്കും, സ്കിന്നിൻ്റെ ENT നോക്കുന്നതാണ്. അപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റുകളുണ്ട്, അവരാണ്. അതുപോലെ എഞ്ചിനീയേഴ്സിലുണ്ട്, ഏത് സെക്ഷനിലും ഉണ്ട്. നമുക്കറിയാം ഓരോന്നിനും ഓരോ സെക്ഷനിൽ ആ ഏത് സെക്ഷനിലാണോ ഏതിലാണോ അവൻ എക്സ്പെർട്ട് എഫിഷ്യൻറ്റ്, ആ എഫിഷ്യൻസി അനുസരിച്ച് ആ വർക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർ ദ 2 sides ഓഫ് എ coin. Like in management, without authority there is no responsibility. Without responsibility there is no authority. For example, authority of to take a decision making and planning, that function is always be allocated to top level management. Whenever they are taking decisions, if there is to see that that decisions can be properly carried out with the help of the employees. If the employees are properly done their work according to our orders or instructions, that is a very important point. Authority and responsibility എന്ന് പറയുന്നത് 2 sides of a coin എന്ന് പറയുന്നത്. ഒരു മാനേജർക്ക് അതോറിറ്റി ഉണ്ട്, അതുപോലെ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആയ ഡിസിഷൻസ് എടുക്കുന്നത്, അവർ പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. ആ തീരുമാനം എടുത്തിട്ട് അവർ പോയാൽ പോരാ, അത് അതിനനുസരിച്ച് ഓർഡർ സബോർഡിനേറ്റ്സ് കൊടുക്കണം. അവരത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അവർ നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. Next ആണ് ഡിസിപ്ലിൻ. ഇഫ് ദർ ഇസ് എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ദാറ്റ് ഈസ് ടു ബി എക്സിസ്റ്റഡ് ഇൻ ആൻ ഓർഗനൈസേഷൻസ്, ദെൻ ഓൺലി ദ വർക്കേഴ്സ് ആർ ഏബിൾ ടു വർക്ക്. ഓർഗനൈസേഷനിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടോയെന്ന്, അൺനെസറി സ്ട്രൈക്സ് ആൻഡ് അതർ തിങ്സ് ആർ, അനാവശ്യമായ സമരങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്ത് ഓർഗനൈസേഷനിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ കടമയാണ്. നെക്സ്റ്റ് ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്. That is, the orders or instructions are to be given by only one superior. Orders instructions എപ്പോഴും ഒരു superior കൊടുക്കാൻ പാടുള്ളൂ. ഈ orders or instructions are to be received from a number of superiors. It leads to a conflict in the minds of the subordinate. Therefore, they are not able to work. ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും എപ്പോഴും ഒരുപാട് സുപ്പീരിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 3-4-5 പേരുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു സബോർഡിനേറ്റ്സ് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് അവരെ മനസ്സിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. ആര് പറഞ്ഞത് ചെയ്യണം, ആര് പറഞ്ഞത് ചെയ്യേണ്ട, കൺഫ്യൂഷൻ ഉണ്ടാക്കും. അത് അവോയ്ഡ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്. യൂണിറ്റി ഓഫ് കമാൻഡ് വൺ വേർഡ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമുക്ക് ഓർഡേഴ്സിന് അച്ഛൻ തരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്, അച്ഛൻ്റെ പോലെ ചെയ്യാം. അല്ലെങ്കിൽ അമ്മ പറയാം, അച്ഛനും അമ്മയും പറഞ്ഞു, ചേട്ടനും ചേച്ചിയും പറഞ്ഞു, 4 പേര് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, ആര് പറഞ്ഞതാണ് നമ്മൾ അനുസരിക്കേണ്ടത്, അല്ലേ? അപ്പോൾ എപ്പോഴും ഓർഡേഴ്സ് ഇൻസ്ട്രക്ഷൻ ആണ് ഗിവൺ ബൈ one superior only. Next point ആണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 1 head and 1 plan. ഇത്രയും മാത്രമേ ഒരു സെൻറ്റൻസ് ചെയ്ത് 1 head and 1 plan. In organization there are a number of department. Each department has its own objectives. Each department has its own plan. And if a department has a number of plans, it cannot be executed. ഒരു ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അല്ലേ? ഓരോ ഒരു ഹെഡും ഒരു പ്ലാനേ പാടുള്ളൂ. ഒരുപാട് പ്ലാൻ ഉണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഹെഡിൽ. ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് പ്ലാനിങ് ഉണ്ട്. ആ പ്ലാൻ എല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ഹെഡും ഒരു പ്ലാനേ പാടുള്ളൂ. അത് ഓർത്തിരിക്കുക. അത് സിമ്പിളായിട്ട് എഴുതാൻ നിങ്ങൾ.
നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഇൻ ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ജനറൽ ഇൻട്രസ്റ്റ് ദാൻ ദാറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. വ്യക്തിപരമായ താല്പര്യങ്ങൾക്കാളും കൂടുതലായിട്ട് ഓർഗനൈസേഷൻ്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുക. ബിക്കോസ് തീരുമാനം എടുക്കുന്ന വ്യക്തിയാണ്, പക്ഷേ അയാൾ ആ തീരുമാനം എടുക്കുമ്പോൾ അയാളുടേതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാക്കി. അറ്റ് ദി സെയിം ടൈം ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ജനറൽ ഇൻട്രസ്റ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ദാൻ ദാറ്റ് ഓഫ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ്. തൻ്റെ താല്പര്യത്തിനേക്കാൾ അപ്പുറത്തായിട്ട് ഓർഗനൈസേഷൻ്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കണം. അതാണ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ. Next point is the remuneration of employees. Proper or adequate remuneration that is to be given to the employees according to their ability or efficiency etc. അവൻ്റെ കഴിവനുസരിച്ച് ആഡിക്വേറ്റ് ആയിട്ടുള്ള റെമുനറേഷൻ കൊടുക്കണം. പിന്നെ ഇയർലി പ്രോപ്പർ പ്രൊമോഷൻ ദാറ്റ് ഈസ് ടു ബി ഗിവൻ ടു, പ്രൊമോഷൻ കൊടുക്കുക, ബെനിഫിറ്റ്സുകൾ അവർക്ക് കൊടുക്കുക. നെക്സ്റ്റ് ആണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. These two things are also very important because all the powers of a top level, for example, decision making power cannot be decentralized. It is always be centralized. Central എടുക്കേണ്ട തീരുമാനം, decision making power, planning ഇത് എപ്പോഴും സെൻട്രൽ അതോറിറ്റിയാണ് എടുക്കേണ്ടത്. At the same time, the certain authorities can also be given to the subordinates. Then only they are able to contribute to create they are also a part of an organization. Then only their efficiency can be fully utilized. They have to be work for the benefit of our organizations. Centralization ഉണ്ട്, രണ്ടും വേണം ഓർഗനൈസേഷനിൽ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അധികാരം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കാം. ഡീസെൻട്രലൈസേഷൻ വികേന്ദ്രീകരണമാണ്, അത് ഇപ്പം എല്ലാവരിലേക്കും കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഓർഗനൈസേഷൻ ആവശ്യമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങും പ്ലാനിങ്ങും ഫംഗ്ഷനൊക്കെ എപ്പോഴും നടത്തേണ്ടത് സെൻട്രലൈസ്ഡ് അതോറിറ്റിയായ ടോപ്പ് ലെവൽ മാനേജേഴ്സാണ്. പക്ഷേ അവരത് എടുത്തു കഴിയുമ്പോൾ അത് നടപ്പിലാക്കേണ്ടത് താഴെയുള്ള സബോർഡിനേറ്റ്സ് ആണ്. പക്ഷേ അത് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. പിന്നെ അവരെ മനസ്സിൽ ഞാനും ഈ ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്, എൻ്റെ കോൺട്രിബ്യൂഷൻസ് കൊണ്ടാണ് ഓർഗനൈസേഷൻ വളർന്നത് എന്നുള്ള രീതിയിലൊരു മൈൻഡ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അവരെ നന്നായിട്ട് ഓർഗനൈസേഷൻ പാർട്ടായിട്ട് നിർത്താനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഡീസെൻട്രലൈസേഷൻ നമുക്ക് അധികാരം ജനങ്ങളിലേക്ക് എന്ന് പറയുന്നത് നമുക്ക് പഞ്ചായത്തിൽ തന്നെ 3 ടയർ സിസ്റ്റം അറിയാലോ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇതൊക്കെ ഡീസെൻട്രലൈസേഷൻ അടിസ്ഥാനത്തിൽ വന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് എക്സാമ്പിളാണ് ഇതിന്. ഇനി അടുത്ത സ്കാലർ ചെയിൻ. സ്കാലർ ചെയിൻ എന്ന് പറയുന്നത് the chain of superiors ranging from highest authority to level. That is a chain of superiors. There is always be a hierarchy level of management. But under emergency situations, the managers can also given authority to take a decision by consulting his nearest superior. ഇപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു മാനേജർക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന മാനേജറോട് ചോദിച്ച് തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാനുള്ള അധികാരം അവർക്ക് കൊടുത്തിരിക്കും. ഹിയർ ഇമ്പോർട്ടൻസ് ഈസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദാറ്റ് ഈസ് എ ഗ്യാങ് പ്ലാൻ എന്ന് പറയും. ഗ്യാങ് പ്ലാൻ ടു നിയറസ്റ്റ് ടു ടേക്ക് ടു കൺസൾട്ട് അണ്ടർ എമർജൻസി സിറ്റുവേഷൻ ഹി ക്യാൻ കൺസൾട്ട് വിത്ത് ഹിസ് നിയറസ്റ്റ് മാനേജർ, ഹിസ് നിയറസ്റ്റ് സുപ്പീരിയർ അടുത്ത് നിന്ന് തീരുമാനങ്ങൾ, അല്ലാതെ ഹൈറാർക്കി ലെവൽ അനുസരിച്ചല്ല നമ്മൾ എടുക്കേണ്ടത്. എപ്പോഴും ഹൈറാർക്കി ലെവൽ മാനേജ്മെന്റ്, ദർ ഈസ് ആൾവേസ് ബി ഹൈറാർക്കി ലെവൽ ഓഫ് മാനേജ്മെന്റ് ഓർഗനൈസേഷൻ. That is also very good. At the same time, in the case of emergency situation, he can also consult with his nearest managers than that of his top level. Okay, that is a scholarship. Next point പറയുന്നത് order ആണ്. That means there should be a order can also be received from a one place, not from other. യൂട്യൂബ് കമാൻഡ് പോലെ വരുന്നൊരു കാര്യം. ഓർഡേഴ്സ് എപ്പോഴും ദാറ്റ് ഈസ് ഗിവൻ വൺ പ്ലേസ്, ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഓർഡർ കൊടുക്കുക. പല സ്ഥലത്തു നിന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ കൺഫ്യൂഷൻ ദാറ്റ് ഈസ് ടു ബി അറൈസ്ഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് എ സബോർഡിനേറ്റ്സ്. നെക്സ്റ്റ് ആണ് ഇക്വിറ്റി. ദാറ്റ് ഇസ് all importance is given to them. They are also a part of an organization. That concept, that idea that is to be arised in the minds of a subordinates. ഞാനും ഈ ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. ദാറ്റ് മീൻസ് ഞാൻ ഓർഗനൈസേഷൻ ഭാഗമാണ്. ഒരു ഫെയർലി കൺസിഡറേഷൻ ദാറ്റ് ഈസ് ബി ഗിവൻ ടു ദ എംപ്ലോയീസ്. സത്യസന്ധമായ ഒരു സമീപനവും സത്യസന്ധമായ അവരും ഓർഗനൈസേഷൻ ഭാഗമാണെന്ന് അവരോട് പെരുമാറുകയും ഓർഗനൈസേഷൻ വളർച്ചയ്ക്കനുസരിച്ചുമായ ഒരു പുരോഗതി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് ഓർഗനൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നല്ലൊരു പ്രിൻസിപ്പിൾസാണ്. ഇതൊക്കെ അനുസരിച്ചാണ് ഇന്നത്തെ ലെവൽസ് ഓർഗനൈസേഷൻസ് ഒക്കെ മാനേജ് ചെയ്ത് പോകുന്നത്. പിന്നെയാണ് സ്റ്റെബിലിറ്റി ഓഫ് എ പേഴ്സൺ. അനാവശ്യമായ രീതിയിൽ തൊഴിലാളികളെ സ്ഥലം മാറ്റുക, അവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ്. ദർ ഈസ് ആൾവേസ് ബി എ സ്റ്റെബിലിറ്റി ദാറ്റ് ഈസ് ആൾവേസ് ബി റിക്വയർഡ് ഫോർ ദി സ്മൂത്ത് ഫങ്ഷനിങ് ഫോർ ഓർഗനൈസേഷൻസ്. ഇഫ് an employee who is to be appointed in an organization, he is not removed from day to day, there is regular intervals. എപ്പോഴും അവനെ മാറ്റി വയ്ക്കുക, അവനെ മാറ്റി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി, ഇന്നിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന നാളെ വേറെ ബ്രാഞ്ചിലേക്ക് വിടുക, പിന്നെ അടുത്ത ദിവസം വേറെ അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കുക. എക്സെപ്റ്റ്ലി ഇൻ ദ കേസ് ഓഫ് ദി എംപ്ലോയീസ് അങ്ങനെ കൊടുക്കണം. ഓക്കെ,
Next, initiative. That means employees also be encouraged. They are also be a initiative. Whenever a sudden situation, sudden emergencies, problems are there, their own initiatives are to be taken to overcome such a situation. ഓരോ ഓർഗനൈസേഷനിൽ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ എംപ്ലോയി മാത്രമല്ല അയാൾക്കുടെ ഇനിഷ്യേറ്റീവ് അനുസരിച്ച് ആ പ്രോബ്ലം ആ റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ തീരുമാനം എടുത്ത് നടപ്പിലാക്കാനുള്ള ഒരു അധികാരവും ആർക്ക് കൊടുക്കണം? എംപ്ലോയീസിന് കൊടുക്കുന്നത്. ഇനീഷ്യേറ്റീവ് is important. Next, spirit D corps. That is also very important. Union is strength. ഐക്യമത്യം മഹാബലം നിങ്ങൾ കേട്ടിട്ടില്ലേ? That is even in the success of an organization always depends upon the cooperation and harmony of the employer and also employees. Even the management must understand that even a peon or sweeper can also give his own or their contribution regarding the development, prosperity and growth of an organization. That concept is very important. ഒരു ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി താഴെ വർക്ക് ചെയ്യുന്ന ഒരു സ്വീപ്പറുടേതായ കോൺട്രിബ്യൂഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ വിജയിക്കുകയുള്ളൂ. അതാണ് എക്സ്പിരിറ്റ് ഡി കോർപ്പ്. ദാറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, 1 വേർഡ് മാർക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. നിങ്ങൾ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എസ്സേ ആണ്. ഓക്കെ, താങ്ക് യു.